Hello dear students, welcome to another lecture of Design of Hydraulic Structure. ഈ വീഡിയോയിൽ നമ്മൾ ലേസിസ് തിയറി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു കനാലിനെ ഡിസൈൻ ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ സെയിം കനാൽ ഡിസൈൻ യൂസിങ് കെന്നഡീസ് തിയറി ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ തിയറിയൊക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് ചെറിയ ഒരു തിയറി പോർഷൻസ്, അതായത് ഈ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കെന്നഡീസ് തിയറീൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ശരിക്കും കാണാം. ഇതിലെന്ന് പറയുന്നത് കനാലിനെ മെയിനായിട്ട് നമുക്ക് ലൈൻഡ് കനാലിനും അൺലൈൻഡ് കനാലിനും ഡിവൈഡ് ചെയ്യാം. ലൈൻഡ് കനാൽ എന്ന് പറഞ്ഞാൽ കനാലിന് ചുറ്റും നമുക്ക് കോൺക്രീറ്റിൻ്റെ ഒക്കെ ലൈനിങ് കൊടുക്കുന്നതിനാണ് ലൈൻഡ് കനാൽ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത് അൺലൈൻഡ് കനാലാണ്. ഈ അൺലൈൻഡ് കനാലിൽ തന്നെ അലൂവിയൽ സോയിലും നോൺ അലൂവിയൽ കനാലും ഉണ്ട്. ഇതിൽ അലൂവിയൽ എന്ന് പറഞ്ഞാൽ മേഡപ്പ് ഓഫ് അലൂവിയൽ സോയിലാണ്. നോൺ അലൂവിയൽ കനാൽ എന്ന് പറഞ്ഞാൽ മേഡപ്പ് ഓഫ് ക്ലേ റോക്കാണ്. ഓക്കെ, ഇനി ഡിസൈൻ ഓഫ് അലൂവിയൽ കനാൽ എന്ന് പറയുന്നത് നെയ്തർ സിൽറ്റിംഗ് നോൺ സ്കൗറിങ് കണ്ടീഷൻ, അതായത് നമ്മളുടെ കനാൽ കൂടെ ഒഴുകുന്ന വെള്ളം കൊണ്ട് അവിടെ സിൽറ്റിങ്ങോ സ്കൗറിങ്ങോ ഇല്ലാത്ത കണ്ടീഷൻ, അതായത് ക്രിട്ടിക്കൽ വെലോസിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്രോസ് സെക്ഷനാണ് നമ്മൾ സാധാരണ കനാൽ ഡിസൈനിങ്ങിൽ നോക്കേണ്ടത്. അപ്പോൾ വി എന്ന് പറയുന്നത് ഫ്ലോ വെലോസിറ്റിയും V0 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റിയാണ്. ഈ വിയും V0യും ഏകദേശം ഈക്വൽ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ഇപ്പോൾ ഇൻ കേസ് നമ്മളുടെ ഫ്ലോ വെലോസിറ്റിയാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അവിടെ സ്കൗറിങ് ആണ് നടക്കുക. ഫ്ലോ വെലോസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ സിൽറ്റ് ഡെപ്പോസിറ്റ് നടക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതൊക്കെ എന്ത് കേസിലാണ്? നോൺ സിൽറ്റിംഗ് നോൺ സ്കോറിങ് കണ്ടീഷനാണ്. വിച്ച് മീൻസ് ദ ഫ്ലോ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കണം? ക്രിട്ടിക്കൽ വെലോസിറ്റി ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഡിസൈൻ ചെയ്യണം. ഇങ്ങനെ ഡിസൈൻ ചെയ്ത ഫസ്റ്റ് ഇതുപോലെ ഡിസൈൻ ചെയ്ത് തുടങ്ങിയത് കെന്നഡി ആയിരുന്നു. കെന്നഡി ഇന്ത്യയിലുള്ള എല്ലാ തരത്തിലുള്ള കനാലും ഡിസൈൻ ചെയ്യാനുള്ള ഇക്വേഷൻ കെന്നഡി ഉണ്ടാക്കി. V0 = M×C1×Y×C2 എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിരുന്നാലും കെന്നഡിയിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ബെഡിലുള്ള എഡ്ഡി കറൻറ്റ് മാത്രമേ നമ്മളെ കെന്നഡി നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനും കെന്നഡി കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചെസ്സിസ് ഇക്വേഷനാണ് യൂസ് ചെയ്തത്. സോ ചെസ്സിസിലെ എന്തൊക്കെ ലിമിറ്റേഷൻ ഉണ്ടോ അതൊക്കെ കെന്നഡീസ് തിയറിയിലും വന്നു. ഇങ്ങനെ കെന്നഡീസ് തിയറി ഫുള്ളും പഠിച്ചിട്ട് കെന്നഡി തിയറി യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്ത കനാലുകളുടെയൊക്കെ സ്റ്റഡീസൊക്കെ നടത്തി അതിൻ്റെ ലിമിറ്റേഷൻസൊക്കെ ഒഴിവാക്കി പുതിയൊരു തിയറിയാണ് ലേസിസ് കൊണ്ടുവന്നത്, ലേസിസ് തിയറി. ഈ ലേസിസ് തിയറി യൂസ് ചെയ്തിട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കനാലുകളും കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയത്. കെന്നഡീസിൻ്റെ ലിമിറ്റേഷൻസ് ഫുള്ളും ഓവർകം ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ലേസിസ് തിയറി എന്ന് പറയുന്നത്. ലേസിസ് തിയറിൻ്റെ ഇൻട്രൊഡക്ഷൻ. കെന്നഡീസ് തിയറി സ്റ്റേറ്റഡ് ദാറ്റ് ഇഫ് നെയ്തർ സിൽറ്റിംഗ് നോർ സ്കൗറിംഗ് കണ്ടീഷൻ ടേക്ക് പ്ലേസ് ദെൻ ദ കനാൽ ഈസ് സെറ്റ് ടു ബി റിജീം കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ കണ്ടീഷൻ. അതായത് കെന്നഡി പറഞ്ഞിട്ടുള്ളത് എന്താ? ഒരു കനാലിൽ സിൽറ്റിങ്ങും സ്കൗറിങ്ങും ഇല്ലാത്ത കണ്ടീഷനെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? റിജീം കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ കണ്ടീഷൻ എന്ന് വിളിക്കാം. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാ കനാലും സ്റ്റേബിളാണ്, അത് ക്രിട്ടിക്കൽ വെലോസിറ്റിയിലാണ് ഒഴുകുന്നത് എന്നാണ് കെന്നഡി പറഞ്ഞത്. ബട്ട് ലേസീസ് പറഞ്ഞു ഇങ്ങനെ സിൽറ്റിങ്ങും നോൺ സ്കൗറിങ്ങും ആയിട്ടുള്ള കണ്ടീഷൻ വന്നു എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം റിജീം കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ കണ്ടീഷൻ ആവണം എന്നില്ല. ഈ റിജീം കണ്ടീഷൻസ് തന്നെ 3 ടൈപ്പിലുണ്ട്. ട്രൂ റിജീം, ഇനീഷ്യൽ റിജീം, ഫൈനൽ റിജീം. ഇങ്ങനെ ഈ 3 ഏത് കണ്ടീഷൻ വേണമെങ്കിലും ഈ നോൺ സിൽറ്റിംഗ് നോൺ സ്കൗറിങ് കണ്ടീഷനിലായി വരാം. ഫസ്റ്റ് കറക്ഷൻ നടത്തിയത് അവിടെയാണ്, റിജീം കണ്ടീഷനിലാണ്. സിൽറ്റിങ്ങും സ്കൗറിങ്ങും ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ നമുക്ക് സ്റ്റേബിൾ അല്ലെങ്കിൽ റിജീം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല. ആ കണ്ടീഷൻസിന് തന്നെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ട്രൂ റിജീം, ഇനീഷ്യൽ റിജീം ആൻഡ് ഫൈനൽ റിജീം. ഇതിൽ തന്നെ ട്രൂ റിജീം എന്ന് പറഞ്ഞാൽ അതൊരു ഐഡിയൽ കണ്ടീഷനാണ്. സാധാരണ നോർമൽ പ്രാക്ടീസിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസിനെ ഇനീഷ്യൽ റിജീം എന്നും ഫൈനൽ റിജീം എന്നും പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ട്രൂ റിജീം എന്ന് പറയുന്നത് ഐഡിയൽ കണ്ടീഷനാണ്. നമുക്ക് ഈ 3 കണ്ടീഷൻസും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ പോയിൻറ്റ്സുകൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ട്രൂ റിജീം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കനാൽ ഷുഡ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ സച്ച് ആസ് ഡിസ്ചാർജ് ഈസ് കോൺസ്റ്റൻറ്റ്. ആ ഒരു കനാലിലൂടെ ഉള്ള ഡിസ്ചാർജ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആൻഡ് ഓൾസോ ഫ്ലോ ഈസ് യൂണിഫോം ഫ്ലോ ആയിരിക്കണം. Then silt charge is constant, that is amount of silt is constant. എല്ലാ ടൈമിലും അതിലൂടെ പാസ് ചെയ്യുന്ന സിൽറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. Then also silt grade is constant, that is type and size of silt is always same.
ഈ 4 കണ്ടീഷൻ, അതായത് ഡിസ്ചാർജ് കോൺസ്റ്റൻറ്റ്, ഫ്ലോ ഈസ് യൂണിഫോം, സിൽറ്റ് ചാർജ് കോൺസ്റ്റൻറ്റ്, സിൽറ്റ് ഗ്രേഡ് ഈസ് കോൺസ്റ്റൻറ്റ്, ഇങ്ങനെ ഈ 4 കണ്ടീഷൻ എന്ന് പറയുന്നതും അറ്റൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒപ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഐഡിയൽ കേസിൽ, ഇമാജിനറി കേസിൽ മാത്രമേ ഇങ്ങനൊരു സംഭവം നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് പ്രാക്ടിക്കൽ കണ്ടീഷൻസിലെ ദിസ് ഈസ് നോട്ട് സാറ്റിസ്ഫൈ ഇല്ല. ദെയർഫോർ ആർട്ടിഫിഷ്യൽ ചാനൽ ക്യാൻ നെയ്തർ ബി ഇൻ ട്രൂ റിജീം. ഒരിക്കലും നമ്മളുടെ ഒരു ആർട്ടിഫിഷ്യൽ ചാനൽ, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് ഒരിക്കലും ട്രൂ റിജീം കണ്ടീഷനിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇമാജിനറി കണ്ടീഷനാണ്. ഓക്കെ, ഇനിയുള്ള 2 കണ്ടീഷനാണ് വാട്ട് ആർ ദ ഇനീഷ്യൽ റിജീമും ഫൈനൽ റിജീം കണ്ടീഷനും. ഈ ഇനീഷ്യൽ റിജീം കണ്ടീഷനും ഫൈനൽ റിജീം കണ്ടീഷനാണ് സാധാരണ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ കനാലിൽ ഒക്കർ ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ഇനീഷ്യൽ റിജീം കണ്ടീഷനാണ്. ദാറ്റ് ഈസ് അവിടെ സിൽറ്റിങ്ങും സ്കൗറിങ്ങും എന്തായിരിക്കും, ഉണ്ടാവില്ല. ബട്ട് നോക്കിക്കോ, ബെഡ് സ്ലോപ്പ് ഓഫ് ദ കനാൽസ് വേരീസ് ഡ്യൂ ടു സിൽറ്റിംഗ് ഓർ സ്കൗറിങ്. ക്രോസ് സെക്ഷൻ ഓർ വെറ്റഡ് പെരിമീറ്റർ റിമൈൻസ് അൺഅഫക്റ്റഡ്. During the subsequent flow, due to change in the site condition, the regime condition may change. Therefore, it is also called a temporary regime condition. Lacy's theory is not applicable in this regime condition. ഈ പോയിന്റ്സ് ആണ് ഇനീഷ്യൽ റിജീം ഉള്ളത്. ഈ ഇനീഷ്യൽ റിജീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പററി പോർഷനാണ്, ഒരു ടെമ്പററി കണ്ടീഷനാണ്. സാധാരണ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ചാനലിൽ സ്കൗറിങ് വഴിയും സിൽറ്റിങ് വഴിയും അതിൻ്റെ സ്ലോപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അതിൻ്റെ പെരിമീറ്ററും വെറ്റഡ് പെരിമീറ്റർ അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ നോൺ സിൽറ്റിംഗ് നോൺ സ്കൗറിങ് കണ്ടീഷൻ എത്തിച്ചേരും നമ്മുടെ ചാനൽ. ബട്ട് ഇറ്റ്സ് എ ടെമ്പററി കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെയും അതിലുള്ള ബെഡ് സ്ലോപ്പിൽ ചേഞ്ചൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടെമ്പററി കണ്ടീഷൻ ചാനലിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യൽ റിജീം എന്ന് പറയുന്നത്. ഈ കണ്ടീഷനിൽ നമുക്ക് ലേസിസ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ ടെമ്പററി റിജീം കണ്ടീഷനാണ്. നമുക്ക് ലേസിസ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഫൈനൽ റിജീം കണ്ടീഷനാണ്. ഫൈനൽ റിജീം കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഓൾ ദ വേരിയബിൾസ് സച്ച് ആസ് പെരിമീറ്റർ, ഡെപ്ത് ഓഫ് ഫ്ലോ, ഡിസ്ചാർജ്, ബെഡ് സ്ലോപ്പ് എക്സെട്ര ആർ ഫ്രീ ടു ചേഞ്ച് ആൻഡ് ക്യാൻ അഡ്ജസ്റ്റ് അക്കോർഡിംഗ് ടു ദ ഡിസ്ചാർജ് എൻറ്ററിങ് ആൻഡ് ദ ടൈപ്പ് ഓഫ് സിൽറ്റ് ഗ്രേഡ്. ഈ എല്ലാ വേരിയബിൾസ് ഉണ്ടല്ലോ, പെരിമീറ്റർ, ഡെപ്ത്, ഡിസ്ചാർജ്, ബെഡ് സ്ലോപ്പ്, ഇതെല്ലാം ഫ്രീ ടു ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനാണ് നമ്മൾ ഫൈനൽ റിജീം കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദിസ് ഒക്കർ നെയ്തർ ഇഫക്റ്റീവ് സ്കൗറിങ് നോർ ഇഫക്റ്റീവ് സിൽറ്റിംഗ്. ഒരു സിൽറ്റിങ്ങും സ്കൗറിങ്ങും ഇല്ലാത്തൊരു കണ്ടീഷനാണത്. നൗ ദ കനാൽ ഈസ് സെഡ് ടു ബി പെർമനൻറ്റ് സ്റ്റേബിൾ കണ്ടീഷൻ. ഇനീഷ്യൽ റിജീം ടെമ്പററി സ്റ്റേബിൾ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പെർമനൻറ്റ് സ്റ്റേബിൾ കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഫൈനൽ റിജീം കണ്ടീഷൻ. ലേസിസ് തിയറി ഈസ് അപ്ലിക്കബിൾ ഫോർ ദിസ് കണ്ടീഷൻ ആൻഡ് ഓൾസോ അപ്ലിക്കബിൾ ഇൻ പ്രാക്ടീസ്. പ്രാക്ടിക്കലായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനും ലേസിസിൽ അപ്ലൈ ചെയ്യാനും പറ്റുന്ന കണ്ടീഷനാണ് ഈ റിജീം കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതിൽ വേറൊരു പോയിൻ്റ് കൂടി ഉണ്ട്. ഇൻ സച്ച് ചാനൽസിൽ കോഴ്സർ ദ സിൽറ്റ്, ദ ഫ്ലാറ്റർ ദ സെമി എലിപ്സ്, finer the silt, the more nearly the section attains a semicircle. More nearly the section attains a semicircle, narrow and deep. എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ചാനൽ ഉണ്ടല്ലോ, ആ ചാനലിലുള്ള സിൽറ്റിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ചാനലിൻ്റെ ഷേപ്പിൽ ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോഴ്സർ ദ സിൽറ്റ്. വലിയ സിൽറ്റ് പാർട്ടിക്കിളിലാണ് നമ്മൾ ഈ ചാനൽ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന എലിപ്സ് അല്ലെങ്കിൽ സ്കൗറിങ്ങും സിൽറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന നമ്മളുടെ ചാനലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റർ ആയിരിക്കും. വിച്ച് മീൻസ് ഇവിടെ ഈ പിങ്ക് കളറിൽ കാണിച്ചിട്ടുള്ളത് ചാനൽ ഷേപ്പ് ക്യാരീസ് കോഴ്സർ സിൽറ്റ്. ഈ പിങ്ക് കുറച്ചുകൂടി ഫ്ലാറ്റ് ചെയ്തിട്ടുള്ള സെമി എലിപ്സാണ് ഉണ്ടാവുക. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫൈൻ സിൽറ്റ് പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ മോർ നിയർലി ദ സെക്ഷൻ അറ്റൈൻസ് എ സെമി സർക്കിൾ, നാരോ ആൻഡ് ഡീപ്പ്. അതായത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ടൈപ്പിലുള്ള ഒരു ചാനലിൻ്റെ ഷേപ്പാണ് ഫൈനർ പാർട്ടിക്കിളിന് വരിക. പിന്നെ ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് മീഡിയം സൈസ് സിൽറ്റിനാണ്, ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ലേസിസ് തിയറിയിലെ തിയറി പോർഷനായിട്ട് പഠിക്കാനുള്ളത്. തിയറി പോർഷനിൽ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഒന്നെന്ന് വെച്ചാൽ ഈ പോയിന്റുകൾ നിർബന്ധമാണ്. ലേസിസ് തിയറി പറയുമ്പോൾ ഈ 3 ട്രൂ റിജീം എന്താ, ഇനീഷ്യൽ റിജീം എന്താ, ഫൈനൽ റിജീം കണ്ടീഷൻ എന്താ, ഈ 3 റിജീം കണ്ടീഷൻസും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലേസിസ് ആണ്.
കാരണം കെന്നഡീസിൻ്റെ ലിമിറ്റേഷൻസും കെന്നഡീസ് യൂസ് ചെയ്തിട്ടുള്ള കനാലിൻ്റെ ഡിസൈൻസൊക്കെ പഠിച്ചതിന് ശേഷം ലേസീസ് കണ്ടുപിടിച്ച ഈ 3 കണ്ടീഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 കണ്ടീഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ എഴുതണം നിർബന്ധമാണ് ലേസീസ് തിയറി ചോദിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ എഴുതേണ്ടതാണ് ഈ ഒരു ഷേപ്പ്. കോഴ്സർ ആണെന്നുണ്ടെങ്കിൽ കോഴ്സർ സിൽറ്റ് അല്ലെങ്കിൽ ഫൈനൽ സിൽറ്റ് അല്ലെങ്കിൽ മീഡിയം സിൽറ്റ് കണ്ടീഷൻ ആകുമ്പോൾ ചാനലിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതുമാണ് തിയറിയിൽ പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് ലേസീസ് തിയറി യൂസ് ചെയ്തിട്ട് നമുക്കൊരു ചാനൽ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നാണ് ഇവിടെ നോക്കുന്നത്. ഒരു 5 സ്റ്റെപ്പാണ് ലേസീസ് തിയറി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് Q × F² ഡിവൈഡഡ് ബൈ 140 ഓൾ റൈസ് ടു 1/6. അതിൽ Q എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്, F എന്ന് പറയുന്നത് സിൽറ്റ് ഫാക്ടറാണ്. സാധാരണ കേസിൽ ഈ സിൽറ്റ് ഫാക്ടർ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഇൻ കേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ സിൽറ്റ് ഫാക്ടർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സിൽറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് F = 1.76 × √D50. D50 എന്ന് പറഞ്ഞാൽ എന്താ? 50. നമ്മൾ ഈ അഗ്രിഗേറ്റിൻ്റെ സൈസൊക്കെ മെഷർ ചെയ്യുക, സീവ് അനാലിസിസ് ഒക്കെ നടത്തുമ്പോഴാണ് D50, D60, D10 എന്നുള്ള ടേമൊക്കെ കണ്ടതല്ലേ. വിച്ച് മീൻസ് എന്താ? 50% ഓഫ് ദ സോയിൽ പാർട്ടിക്കിൾസ് ആർ ഫൈനർ ദാൻ ദിസ് സൈസ്. അപ്പോൾ ഈ D50 ഓൾവേസ് mm-ലാണ് നമ്മൾ യൂണിറ്റ് എടുക്കേണ്ടത്. അപ്പോൾ 50% ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ആർ ഫൈനർ ദാൻ ദിസ് സൈസ് എന്ന് പറയുന്നതാണ് D50. 1.76 × √D50 ചെയ്താൽ നമുക്ക് സിൽറ്റ് ഫാക്ടർ കിട്ടും. മിക്കവാറും കേസിൽ ഈ സിൽറ്റ് ഫാക്ടർ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ സിൽറ്റ് ഫാക്ടറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണം. അതായത് നമ്മളിവിടെ ചെസ്സിസ് ഇക്വേഷൻ ഒന്നല്ല യൂസ് ചെയ്തത്, നമ്മൾ തന്നെ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്തത്. ദെൻ കാൽക്കുലേറ്റ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കനാൽ യൂസിങ് ദിസ് വെലോസിറ്റി ആസ് Q ഡിവൈഡഡ് ബൈ V. നമുക്കറിയാം Q = ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഇതിൽ നിന്നാണ് നമുക്ക് A = Q/V എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടുന്നത്. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 4.75 × √Q. ദെൻ കാൽക്കുലേറ്റ് ഹൈഡ്രോളിക് റേഡിയസ്, ദാറ്റ് ഈസ് R = 5/2 × √V² ഡിവൈഡഡ് ബൈ F. V എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ V, F എന്ന് പറയുന്നത് സിൽറ്റ് ഫാക്ടർ. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, അതായത് നമ്മൾ വിചാരിച്ചിട്ടുള്ള സിൽറ്റ് ഫാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വെലോസിറ്റിയും അതിൻ്റെ ഏരിയയും പെരിമീറ്ററും ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഒക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ. ദെൻ കാൽക്കുലേറ്റ് ദ കനാൽ ബെഡ് സ്ലോപ്പ്. കനാലിൻ്റെ ബെഡ് സ്ലോപ്പാണ് അടുത്ത് ഡിസൈൻ ചെയ്യാനുള്ളത്. ബെഡ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് S = F⁵ ഡിവൈഡഡ് ബൈ 3340 × Q⁴ ഓക്കെ. അപ്പോൾ കനാലിൻ്റെ ഡിസൈനാണ് ലേസീസ് തിയറി യൂസ് ചെയ്തിട്ട് ഒരു കനാലിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയ ഉണ്ടാവും, സൈഡ് സ്ലോപ്പ് ഉണ്ടാവും, ബെഡ് സ്ലോപ്പ് ഉണ്ടാവും, അതിൻ്റെ പെരിമീറ്റർ ഉണ്ടാവും, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും സ്റ്റെപ്സുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. Okay, and also as per the observation, Lassis proposed the following equations to calculate the scouring depth, that is depth below the maximum flood level in the river. For normal regime conditions in a scouring depth എന്ന് പറയുന്നത് 0.473 × Q/F all raised to 1/3. And also for any other channel, scouring depth is equal to 1.35 × Q, small q divided by F raised to 1/3. ഇവിടെ ഈ Q എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ സ്മോൾ Q എന്ന് ഇവിടെ പറയുന്നത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് ബേസ് വിഡ്ത്താണ്. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്താണ് വിയറിൻ്റെ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൗറിംഗ് ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഈ സ്കൗറിംഗ് ഡെപ്ത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടി നമ്മളെ ലേസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ലേസീസ് തിയറിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലേസീസ് തിയറിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.